ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ആർദ്രവ ഫാമിലിയിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വീഡിയോ തന്നെ നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിനെ ഇടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഉണ്ണിക്കണ്ണന്മാരെ എല്ലാം ഒരുക്കി അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുവാണേ. കൃഷ്ണന്മാരെല്ലാം അമ്പലത്തിലേക്ക് പോകുന്നതിന് വേണ്ടി വണ്ടി വരും. വണ്ടിയിൽ ആദ്യം നമ്മൾ നേരിട്ട് അമ്പലത്തിലേക്കല്ല പോകുന്നത്. ആദ്യം നമ്മൾ വണ്ടിയിൽ ഇവരെ ശോഭയാത്ര തുടങ്ങുന്ന സ്ഥലത്തെത്തിക്കും. അവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്നും പല കുട്ടികൾ വരുന്നുണ്ട്. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നടന്നാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് ഞങ്ങളുടെ ഉണ്ണിക്കണ്ണന്മാരെല്ലാം. എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് എല്ലാവരെയും പിടിച്ച് നിർത്തിയേക്കുവാണ്. നിർത്താനെ കുറച്ച് പാടുപെട്ട് ആശികൃഷ്ണൻ ഒട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ബാക്കിൽ നിൽക്കുമായിരുന്നു, ഫ്രണ്ടിൽ നിൽക്കാൻ പറഞ്ഞിട്ട് ഒട്ടും കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ എല്ലാവരും വണ്ടി കാത്ത് നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആരുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുവാണേ. അങ്ങനെ ഞങ്ങൾ ജീപ്പിലാണേ വന്നത്. ജീപ്പിൽ ഞങ്ങളവിടെ പിള്ളേരെ ഒരുക്കുന്ന ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം വന്നിട്ടുള്ള കുറേ കുട്ടികളെ അവർ മേക്കപ്പ് ഇടിയിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. കാശികൃഷ്ണൻ ഇങ്ങനെ അവിടെ ഇടയ്ക്കോ കറങ്ങി നടപ്പുണ്ട്, കാണുന്നില്ല. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നോക്കുക. അപ്പോഴാണ് ആ വീട്ടിൽ നല്ല പൂക്കൾ കളിച്ച് നിൽക്കുന്നുണ്ട്. ഒട്ടും വൈകില്ല, ഞങ്ങൾ അവിടെ വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് കരുതി. ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാമെന്ന് കരുതി. ഞങ്ങൾക്ക് അവിടെ നിന്നൊരു രാധയെ കിട്ടി. ആ രാധയെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പം ഞങ്ങളുടെ കൃഷ്ണന്മാരൊട്ടും സമ്മതിക്കുന്നില്ല. കണ്ടോ, രാധയെ അടുത്തോടെ നിർത്തുമ്പോഴത്തേക്ക് കൃഷ്ണന്മാർ മാറി മാറി പോവുക. അവർക്ക് രാധയെ വേണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കുഞ്ഞ് കൃഷ്ണൻ്റെ അടുത്ത് നിർത്താമെന്ന് കരുതി കൊണ്ട് നിർത്തി. ആശാനും വലിയ അങ്ങോട്ട് താല്പര്യമില്ല. ഇവിടെ നിൽക്കുകയാണ്. കാശിയെ കുറേ വിളിച്ച് എന്നിട്ടും കാശി അത് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. കാശിയുണ്ട് അവിടെ. നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ടും ആർക്കും താല്പര്യമില്ല. പിന്നെ ഞങ്ങൾ കിട്ടിയ കൃഷ്ണനെയും വെച്ചിട്ട് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെ മേക്കപ്പ്, ഒരു സൈഡിൽ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ടുണ്ട്. അവർക്ക് ഇടയ്ക്ക് വെള്ളവും സ്നാക്സും ഒക്കെ കൊണ്ടു കൊടുത്ത് അതൊക്കെ കഴിച്ചിട്ട് കൃഷ്ണന്മാരിയ്ക്കുകയാണ്. ഇപ്പം നല്ല തിരക്കായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ വർഷവും ഈ ഭാഗത്തല്ല, നമ്മുടെ അമ്പലത്തിൻ്റെ ആ സൈഡ് വെച്ചിട്ടാണ് എല്ലാ വർഷവും ഒരുക്കി ശോഭയാത്ര നടത്തുന്നത്. ഇപ്രാവശ്യം അവിടെ എന്തോ റോഡ് പണി ആയതുകൊണ്ടാണ് നമ്മൾ സ്ഥലം മാറിയിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് മേലോട്ട് കയറുമ്പോൾ നല്ല മെയിൻ റോഡാണ്. കൊട്ടാരക്കര ടു കോക്കാട് ആ റൂട്ടാണ്. ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് തലച്ചിറ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണന്മാരെ എല്ലാം ഒരുക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അവരെ എല്ലാം അറേഞ്ച് ചെയ്ത് നിർത്തുവാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന നിപ്പേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നാല് സ്ഥലത്തോട്ടാണ് പോകും. ഇപ്പം അറേഞ്ച് ചെയ്ത് എല്ലാവരും നിർത്തി. എല്ലാ ഉണ്ണിക്കണ്ണന്മാർ സന്തോഷത്തോടുകൂടി നിൽപ്പുണ്ട്. എന്താകുമോ എന്നൊന്നും അറിയില്ല. എല്ലാവരും എക്സൈറ്റഡാണ്, എന്താ എങ്ങനെ എന്നൊക്കെ. എല്ലാവരെയും അറേഞ്ച് ചെയ്ത് നിർത്തുന്നുണ്ട്. ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. ഞങ്ങൾ എല്ലാ വർഷവും വീട്ടിൽ നിന്ന് ഒരുക്കിക്കൊണ്ടാണ് വരുന്നത്. കുറച്ച് പേരൊക്കെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒരു സമയമാകുമ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവർ റെഡിയാക്കി ശോഭയാത്രയിലെടുത്ത് കൊണ്ടുവന്നോളാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവർ പിള്ളേരിയ്ക്കുമോ, പരിചയമില്ലാത്ത ആൾക്കാരല്ലയോ, അവരോട് ഇരിക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും നമ്മൾ തന്നെ ഒരുക്കിയാണ് അമ്പലത്തിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ എല്ലാം റെഡിയായി, എല്ലാവരെയും നിർത്തി, ബാനറൊക്കെ നിർത്തി സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും മെയിൻ റോഡിലോട്ട് കടക്കുവാണേ. മെയിൻ റോഡിൽ വെച്ചിട്ട് ശോഭയാത്ര തുടങ്ങുന്നതിന് മുന്നേ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. പിന്നെ ബാലഗോകുലത്തിലെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ശോഭയാത്ര ആരംഭിച്ചത്. ഡാൻസൊക്കെ സൂപ്പർ ഡാൻസായിരുന്നു. കുട്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ കളിച്ചു. അതിന് റെഡ് ഡ്രസ്സ് ഇട്ടിരുന്ന കുട്ടി ഞങ്ങളുടെ വീടിനടുത്തുള്ളതാണ്. എനിക്കറിയാവുന്ന കുട്ടിയാണ്.
അവളുടെ പേര് രേവതി എന്നാണേ. നല്ല രീതിയിൽ സൂപ്പർ, നല്ല രീതിയിൽ തന്നെ കുട്ടികൾ നന്നായിട്ട് കളിച്ച് നല്ല മോനെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല, ഡാൻസ് ഒന്നും കാണും. പക്ഷേ അവരവിടെ വരിക്ക് നിൽക്കുകയാണ്. അവനെ ഞാൻ ചേച്ചിയുടെ മോളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലോട്ട് വന്നത്. കുഞ്ഞുങ്ങൾക്കൊന്നും ഡാൻസും കൈകൊട്ടിക്കളിയൊന്നും കാണാൻ പറ്റിയില്ല. അവരെയൊക്കെ ബാക്കി അറിഞ്ഞ് നിർത്തിയിരിക്കുമല്ലോ, മെയിൻ റോഡും അല്ല, ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുകയൊക്കെ ചെയ്തില്ലയോ. അതുകൊണ്ട് അവരെ അവിടെ നിർത്തിയിട്ടാണ് വന്നത്. അങ്ങനെ ഡാൻസും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ശോഭയാത്ര ആരംഭിച്ചു. നമ്മൾ ഉണ്ണിക്കണ്ണന്മാർ ഉഷാറായിട്ട് നടന്ന് തുടങ്ങിയിട്ടുണ്ട്. ആശയാണെങ്കിൽ ഓടക്കുഴലിൽ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഓപ്പോസിറ്റ് നല്ല റോഡാണ്. അതിപ്പുറത്തെ സൈഡിൽ ചാടാൻ ബസ്സൊക്കെ പോകുന്നുണ്ട്, സൈഡിൽ കൂടി ബസ്സൊക്കെ പോകുന്നുണ്ട്, വണ്ടികളൊക്കെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കാശിക്കുട്ട എന്തൊക്കെയോ എന്നോട് ഒന്ന് പറയുന്നുണ്ട്. എങ്കിലും കുഴപ്പമൊന്നുമില്ല, നിർബന്ധമില്ലാതെ കുഞ്ഞുങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. എന്നാലും കുഞ്ഞു മക്കളുണ്ടല്ലോ, അവർക്ക് ഭയങ്കര മടിയായിരുന്നു, കരച്ചിലാണ്. ഇടയ്ക്ക് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ജംഗ്ഷനുകളുണ്ട്, 3 ജംഗ്ഷനുണ്ടായിരുന്നു, അവിടെ എല്ലാം കളികളുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു കടയുടെ ഭാഗത്ത് കയറി ഇരിക്കുകയാണ് രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അവർക്ക് സ്നാക്സ് ഇടയ്ക്ക് നമ്മൾ ഓരോ ജംഗ്ഷനിൽ എത്തുമ്പോൾ സ്നാക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ട് അവരെ അവിടെ ഇരിക്കുകയാണ്. നടന്നില്ല, അതിൻ്റെ ക്ഷീണം, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജംഗ്ഷനിൽ തന്നെ നമ്മുടെ കൈകൊട്ടിക്കളിയും പിന്നെ പിള്ളേരുടെ ഡാൻസൊക്കെ അപ്പുറത്തെ സൈഡിൽ നടക്കുന്നുണ്ട്. കണ്ടോ, ആൾക്കാരെല്ലാം അത് കാണുകയാണ്. നമ്മളിങ്ങ് ബാക്കിലായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കാണാനൊന്നും പറ്റിയില്ല, ഡാൻസൊന്നും നല്ല രീതിയിൽ കാണാൻ പറ്റിയില്ല. എങ്കിലും കാണാൻ ഞങ്ങൾ ശ്രമിച്ചു, ഫ്രണ്ടിലോട്ട് കൂടുക പറ്റത്തില്ല, പിന്നെ കുഞ്ഞുങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് അവരെ നിർത്തിയിട്ട് പോകാൻ പാടല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അവരോരോന്നെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം വീണ്ടും ശോഭയാത്ര തുടങ്ങിയപ്പോൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. പിന്നെ അടുത്ത ജംഗ്ഷനെത്തി, അവിടെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു, നല്ല രീതിക്കുണ്ടായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ കാണാനോ എടുക്കാനൊന്നും പറ്റില്ല, പക്ഷേ കുഞ്ഞു മക്കളെയും കൊണ്ട് പോകുന്നതുകൊണ്ടായിരുന്നു. നല്ല എപ്പോഴും കണ്ടോ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക, വണ്ടി ബ്ലോക്കാക്കി നമുക്ക്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. അവിടെ അമ്പലത്തിൻ്റെ ചുറ്റുമതിൽ പണി നടക്കുന്നത് കൊണ്ട് തന്നെ വലിയ ലൈറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും സെറ്റാക്കിയിട്ടില്ലായിരുന്നു. പകുതി സ്ഥലത്തുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ വീണ്ടും എന്നെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ക്യാമറയിൽ വീണ്ടും വീഡിയോ എടുത്തു. അമ്പലത്തിൽ കയറി തൊഴുകയൊക്കെ ചെയ്തേ. അമ്പലത്തിൽ ചെന്ന് നല്ല കൈകൊട്ടിക്കളി വീണ്ടും നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നേ, നല്ല രസമായിരുന്നു കാണാൻ. അതും ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ചേച്ചി ഇതിനകത്തുണ്ട്, അവരുടെ ആയിരുന്നു കൈകൊട്ടിക്കളി. എല്ലാ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി നല്ല രീതിയിൽ തന്നെ നടന്നായിരുന്നു, രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണന്മാർ അവിടെ അവൽപ്രസാദം വിതരണം ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി കഴിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉണ്ണിക്കണ്ണപ്പോഴേക്കും ഉറക്കമായി ഗൈസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി വിശേഷങ്ങൾ.